പ്രൈസ് ലോർഡ്. ദൂരത്തും ചാരത്തും വരുന്നതിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 22 വാക്യം. എന്നാൽ സത്യം അനുസരിക്കാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ. പ്രൈസ് ഗോഡ്. നമുക്ക് പലപ്പോഴും ചില സംഗതികളുടെ ആഴം മനസ്സിലാകത്തില്ല. നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോലും അവരുടെ വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിവില്ലാതെ പോകും. പലപ്പോഴും പല വിധത്തിലുള്ള ഭീഷണികൾ നാം നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട്. പലതരം ഇമോഷൻസും ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ കൂടെയും മനസ്സിൽ കൂടെയും പോകാറുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യാറില്ലേ? എന്നാൽ അങ്ങനെ വരുന്ന സംഗതികളെയൊക്കെ തടയുവാൻ നമുക്ക് പറ്റാതെ പോകുന്ന അനേക അവസ്ഥകളും ഉണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ വരുന്ന അനുഭവങ്ങൾക്കൊന്നും ഒരു ഗ്യാരണ്ടി പറയുവാൻ നമ്മൾക്ക് ആവതില്ല. എന്നാൽ ഏത് പ്രഷർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് ഏത് നേരവും ഹൃദയത്തിൽ നിന്ന് തിളച്ചു പൊങ്ങേണ്ട ഒരു വികാരമാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു വിചാരമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും കണ്ട് നമ്മുടെ ദൈവം സർപ്രൈസ്ഡ് ആകത്തില്ല. കാരണം ദൈവത്തിന് ആരംഭവും അവസാനവും ഒരുപോലെ അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോള് ദൈവത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനകത്തും there is his purpose and that purpose is a part of his plan for me. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ പേർപ്പസ്, ദൈവം തൻ്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് എൻ്റെ ഉള്ളിൽ നിറവേറ്റുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളിലും വളരെ ക്വയറ്റായിട്ട് സ്തോത്രത്തോടെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മെ കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ വലതുഭാഗത്ത് എപ്പോഴും സഹായത്തിനായി ഉണ്ടെന്ന് അവൻ നമ്മോട് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ വലങ്കരത്തെ അവൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിത്യതയിൽ അവൻ നമ്മെ ചേർക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ വന്നാലും കുഞ്ഞെ, നീ ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ പോയി എത്തരുത്. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിരിക്കുന്ന പീസ്, സമാധാനം, ആ സമാധാനത്തെക്കുറിച്ചുള്ള വ്യത്യാസം വരാത്ത സത്യം നീ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യർ നമ്മെ നിരാശപ്പെടുത്തും. നമ്മുടെ പല സംഗതികളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ടിട്ട് അയ്യോ പാപം, ഇങ്ങനെയുള്ളൊരു റെസ്പോൺസ് അല്ലേ കൂടുതലും നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇൻവേർഡ് റെസ്പോൺസ് എങ്ങനെയായിരിക്കണമെന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് നിർത്തിക്കൊള്ളണം. ദുഃഖത്തിലായി പോകരുതേ, റിഗ്രറ്റിലായി പോകരുതേ. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ റിഗ്രറ്റ്സ് എല്ലാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു പൂർണ്ണ സമാധാനം കിട്ടും. നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ സ്മൂത്തായിട്ട് പോകും. ഗോഡ്ലി മാനറിൽ ജീവിപ്പാൻ്റെ കോണം സകല ഉത്സാഹവും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചെയ്തേ പറ്റൂ. ഉത്സാഹം കഴിക്കണം. വി ഷുഡ് മേക്ക് ഓൾ എഫേർട്ട് ഇൻ എവറി ഏരിയ ഓഫ് അവർ ലൈഫ്. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തെ അനുസരിക്കാം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാം, മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പാതയിൽ കൂടെ നമുക്ക് അവനെ അനുഗമിക്കാം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് അതിനെല്ലാം നമുക്ക് ശക്തി തരും. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് സമാധാനവും ആശ്വാസവും തരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. നാം അത് മറന്നു പോകരുത് കേട്ടോ. ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 13 വാക്യം ഒരു കുഞ്ഞു വാക്യമാണ്. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് നമ്മുടെ ബലഹീനതകളൊക്കെയും ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ നമുക്ക് കഴിയണം.
ഹല്ലേലൂയ. മറ്റുള്ളവരുമായിട്ടും നാം എപ്പോഴും സമാധാനം ആചരിക്കുന്നതിൽ ഏറിയ ഉത്സാഹം കാണിക്കേണ്ടവരാകുന്നു. അത് ഓരോ വെല്ലുവിളി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെയും ഓരോ ദിവസവും വളരെ റെഗുലറായിട്ട് നാം ഫേസ് ചെയ്തേ പറ്റൂ. എന്നിട്ട് ഒരു കോൺഫ്ലിക്റ്റും മറ്റുള്ള വ്യക്തികളുമായിട്ട് ഉണ്ടാകാതെ വണ്ണം നമ്മുടെ സമാധാനത്തെ നാം റെസ്റ്റോർ ചെയ്ത് നാം കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നാം അതിന് മനസ്സ് കാണിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളും സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പറ്റുമോ? സകല മനുഷ്യരോടും. മൂർഖന്മാരൊക്കെ അതിനകത്ത് വരും. പക്ഷേ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ നാം ഉത്സാഹിക്കണമെന്ന ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകും ദൈവമക്കളെ. പെട്ടെന്നൊന്നും ചിലത് ഒരു സൊല്യൂഷനിലേക്ക് എത്തത്തുമില്ല. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നാം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനും മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സമാധാന ജീവിതത്തിനകത്ത് ഇറിറ്റേഷൻസ് കടന്നു വരുവാനും ഒന്നും അനുവദിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നവരാണെങ്കിൽ, അവനെ പിൻഗമിക്കുന്നവരാണെങ്കിൽ, പൂർണ്ണമായി അവന് കീഴ്പ്പെട്ട് ആ പാതയിൽ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കണം, ഫുൾ കൺട്രോൾ ഓഫ് അവർ ലൈഫ് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരിക്കലും അവിശ്വാസികളെ പോലെ പെരുമാറുവാനിടയാകരുത്. നമ്മുടെ രക്ഷ ഒരിക്കലും നമ്മൾ ജലസായിട്ടും ഹെയ്റ്റ്ഫുള്ളായിട്ടും മീനായിട്ടും ഒക്കെ ഇരിക്കാതെ വണ്ണം ഓട്ടോമാറ്റിക്കലി നമ്മളെ സൂക്ഷിക്കുന്ന ഒന്നുമല്ല. പലപ്പോഴും നാമും ദേഷ്യപ്പെട്ടു പോകാറില്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ നാം പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ, നീ എൻ്റെ അകത്തും പുറത്തും എന്നിൽ കൂടെയും ഒക്കെ നീ പ്രവർത്തിക്കണേ. എന്തിനാ? ദൈവത്തിൻ്റെ ആ നേച്ചറിനോട് നമ്മെ കൂടെ ഒന്ന് അനുരൂപമാക്കാനായിട്ട്. അങ്ങനെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ സാവധാനതയിൽ സമാധാനത്തിൽ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും സമാധാനം സ്വർഗത്തിലെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഹൗ ഡു വി ഡീൽ വിത്ത് കോൺഫ്ലിക്റ്റ് വെൻ ഇറ്റ് അറൈസസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ പീസ്ഫുൾ ഔട്ട്കം? കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്തു, എന്ത് ചെയ്യും? ഒന്ന്, ഫസ്റ്റ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ദ റിലേഷൻഷിപ്പ്. പ്രിയമുള്ള ദൈവവൈതലേ, ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ നീ ഒന്ന് മനസ്സിലാക്കി അത് സൂക്ഷിക്കണം. മറ്റുള്ള വ്യക്തിയുമായിട്ട് നീ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ നീ തന്നെ നിന്നോട് ചോദിക്കണം, ഹല്ലേലൂയ, നീ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കത്തക്കവണ്ണം ഈ ബന്ധം വിലയുള്ളതാണോ? ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ചിലതിലൊക്കെ കോംപ്രമൈസ് ചെയ്യണമല്ലോ, അതിന് ഞാൻ ഒരുക്കമാണോ? ഞാൻ പറയട്ടെ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വസിക്കുന്നുവെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്നവരൊക്കെ ജെനുവിൻ പീസ്, ഹല്ലേലൂയ, മറ്റുള്ളവരുമായിട്ട് കീപ്പപ്പ് ചെയ്യുവാൻ തക്കവണ്ണം, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിവുള്ളവരായിരിക്കും. രണ്ടാമത്, സെക്കൻഡ്, സ്റ്റാർട്ട് ടോക്കിംഗ് ആൻഡ് കീപ് ടോക്കിംഗ്. സംസാരിക്കുവാൻ തുടങ്ങണം, സംസാരം തുടർന്നുകൊണ്ടിരിക്കണം. രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ ശ്രദ്ധയോടെ സംസാരിച്ച് കേൾക്കുവാൻ താല്പര്യരായ കാര്യങ്ങളിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, റെസൊല്യൂഷന് ഈസിലി വരും. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും ഒരു സൊല്യൂഷനിലേക്ക് പോകാത്തത്. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് തന്നെ സമാധാനത്തിൽ ഇരുവർക്കുമായി തീരുവാൻ കഴിയും. മൂന്നാമത്, ബി ട്രാൻസ്പെറൻറ്റ്. സുതാര്യത നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു ഹിഡൻ അജണ്ടയും ഒരു മാനിപ്പുലേറ്റീവ് സ്കീമും നമ്മുടെ മനസ്സിൻ്റെ പുറകിൽ കാണരുത്. വളരെ സമാധാനമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടതെന്ന് ഹൃദയത്തിൽ ഉറപ്പ് പ്രാപിച്ചോണം. നാം ഓപ്പണായിരിക്കണം, നാം സത്യസന്ധമായിരിക്കണം മറ്റുള്ളവരുമായിട്ട്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പീസ്ഫുൾ സൊല്യൂഷൻ ദൈവം നമുക്ക് തരും. ഒരെണ്ണം കൂടെ ഞാൻ പറയട്ടെ, ഗെറ്റ് ടു ദ കോർ ഓഫ് ദ പ്രോബ്ലം. അതായത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹോണസ്റ്റ് ലുക്ക് നാം ഏറ്റെടുത്ത് കഴിയുമ്പോൾ
ഈ വന്നിരിക്കുന്ന കോൺഫ്ലിക്റ്റിൻ്റെ റൂട്ട് കോസ് വേറെന്തുവാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയും. ദൈവമക്കളെ, മറ്റുള്ളവരുമായിട്ട് സമാധാനത്തിൽ കഴിയുവാൻ തക്കവണ്ണം നീ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നീ നിന്നുകൊള്ളണം. തന്നെയുമല്ല, ഉറപ്പ് പ്രാപിച്ചോണം ദൈവം നിന്നോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന്. എല്ലാ കോൺഫ്ലിക്റ്റിനെയും എല്ലാ പെർസിക്യൂഷൻ നീ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയും ദൈവം മാറ്റും. അതിനെയൊക്കെ വന്നതിനെയൊക്കെ ദൈവം ഒരു ഇറ്റേണൽ ബെനിഫിറ്റ് നിനക്ക് ലഭിക്കത്തക്കൊണ്ട് അതാക്കി തീർക്കും. സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച നിന്നിൽ നടക്കും. വലിയ വിശ്വാസം നിന്നിൽ ഉരുവായി വരും. അതുപോലെ ശക്തമായ ഒരു എൻഡ്യൂറിങ് പവർ, സഹിപ്പാനുള്ള കഴിവും ദൈവം നിനക്ക് തരും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കോൺഫ്ലിക്ട്സ് വരുമ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഓപ്പണായിട്ട് സംസാരിപ്പാൻ, ഹോണസ്റ്റായിട്ട് സംസാരിപ്പാൻ, ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ വണ്ണം കർത്താവെ ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ കർത്താവെ വിലയേറിയതായി കാണുവാൻ തക്കവണ്ണം, വിലയേറിയതായി സൂക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. ഇതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമായാൽ അത് ഞങ്ങൾക്ക് തരണം. ഈശ്വര നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.